DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ വയനാട്ടിൽ നിന്ന് പുതിയ വെളിപ്പെടുത്തലുകൾ വരികയാണ്. മകന്റെ നിയമനത്തിനായി ലക്ഷങ്ങൾ 17 ലക്ഷം രൂപയിലധികം DCC വാങ്ങിയെന്നാണ് സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിൽ നിയമനത്തിന് പണം നൽകി കബളിപ്പിക്കപ്പെട്ട ഐസക് താമരച്ചാലിൽ ഇപ്പോൾ റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ദീപക് മോഹനുണ്ട് വിശദാംശങ്ങളുമായി. ദീപക്, ഇത്തരത്തിൽ വലിയ തുക നൽകുന്നു, DCC നേതൃത്വത്തിനെ പലതവണ സമീപിക്കുന്നു, ഒടുവിൽ 8,60,000 രൂപ മാത്രം തിരിച്ചു നൽകുന്നു. അത്രയും തുക ഇനിയും നൽകാനുണ്ട്. പുതിയ ഭരണസമിതി ചുമതലയേറ്റപ്പോൾ ജോലി നൽകില്ല എന്നുകൂടി പറയുകയാണ്. അങ്ങനെ വഞ്ചിക്കപ്പെട്ട ഇനി എത്ര പേരുണ്ട് എന്നതാണ്. ഐസക് ഒരു ഉദാഹരണം മാത്രമാണല്ലേ? തീർച്ചയായും വിനീത, ഒരു അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകനാണ് ഇദ്ദേഹം. ചെറുപ്പം മുതൽ തന്നെ, യുവത്വം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ എല്ലാ പരിപാടികളിലും സജീവമായി ഇടപെട്ടിരുന്ന, കോൺഗ്രസിൽ അത്രയധികം വിശ്വാസം അർപ്പിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. NM വിജയനും അതുപോലെ തന്നെ അടിയുറച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വലിയൊരു തുക, ഏകദേശം 17 ലക്ഷത്തോളം രൂപ ഇങ്ങനെ DCCയുടെ അറിവോടുകൂടി കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൈമാറിയത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പലതവണ അന്വേഷിച്ച സമയത്തും ഇത്തരത്തിൽ തുക മടക്കി തിരികെ നൽകാത്തതിനെ തുടർന്നാണ് വലിയ പിന്നീട് വിവാദങ്ങളിലേക്കൊക്കെ പോയത്. ആ സമയത്താണ് ഈ ഒരു എഗ്രിമെൻ്റ് എഴുതുന്നത്. അതായത് ഒരു ഉടമ്പടി കരാറാണ്. ഈ 2019 ഫെബ്രുവരി 25 സുൽത്താൻ ബത്തേരി താലൂക്ക് നെന്മേനി അംശം ദേശത്ത് ചന്ദ്രൻ ഒന്നാം കക്ഷിയായും, ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് CT ചന്ദ്രൻ നെന്മേനിയിലെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ്. അതേപോലെ തന്നെ രണ്ടാം കക്ഷിയായി ഐസക് താമരച്ചാലിലും എഴുതിയ എഗ്രിമെൻ്റാണ്. ഈ എഗ്രിമെൻറ്റിൽ പറയുന്ന നിബന്ധന എന്ന് പറയുന്നത്, ഇന്നേ ദിവസം ഇതിൽ രണ്ടാം കക്ഷി ഒന്നാം കക്ഷിക്ക് പലിശരഹിത വായ്പയായി, അതായതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്, പലിശരഹിത വായ്പയായി ഇന്നു മുതൽ 6 മാസ കാലയളവിലേക്ക് 8 ലക്ഷം രൂപ നൽകിയിരിക്കുന്നു. അത്തരത്തിൽ എഴുതിയ ഒരു എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയുടെ ഒറിജിനലാണ് ഇദ്ദേഹമാണ് നേരത്തെ നമ്മളോട് പ്രതികരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ആ പണം കൈമാറിയതിൻ്റെ ചെക്കും നമ്മളുടെ കയ്യിലുണ്ട്. 2 തവണയായി 8 ലക്ഷം രൂപ, അങ്ങനെ 16 ലക്ഷം തുടങ്ങി ആകെ മൊത്തം 17 ലക്ഷം രൂപ കൈമാറിയതിൻ്റെ തെളിവുകളാണിത്. ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ DCC നേതൃത്വം അറിയാതെ ഇങ്ങനെയൊരു തുക കൈമാറിയില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. നിരവധി തവണ മകൻ്റെ ജോലി നിയമനവുമായി ബന്ധപ്പെട്ട DCCയിലും ബന്ധപ്പെട്ട അധികൃതരുമായൊക്കെ സമീപിച്ചെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി ലഭിച്ചില്ല. നേരത്തെ ഐസക് ഏട്ടൻ നമ്മളോട് പറഞ്ഞു, NM വിജയനുമായി ചോദിച്ചു. അന്ന് NM വിജയൻ ഈ തെളിവുമായി ബന്ധപ്പെട്ട് ചോദിച്ച സമയത്ത് എന്താണ് അദ്ദേഹം പറഞ്ഞത്? തെളിവല്ലെന്ന് പറഞ്ഞു. ഈ കാരണം പൈസ മേടിക്കുന്നതിന് തെളിവ് കൊടുക്കാൻ പാടില്ല. ഞങ്ങളുടെ വിശ്വാസം, നമ്മളുള്ള ഈ പാർട്ടിയോടുള്ള വിശ്വാസം, ഞാൻ DCC ട്രഷറർ, നമ്മൾ ഈ ട്രഷറർ ചന്ദ്രൻ മണ്ഡലം പ്രസിഡന്റ്, CT ചിത്രൻ ഇതുപോലെ മണ്ഡലത്തിൻ്റെ കമ്മിറ്റി മെമ്പർ, ഈ വിശ്വാസമല്ലാണ്ട് വേറെ തെളിവ് വരാൻ കഴിയില്ല എന്നാണ് ചന്ദ്രൻ പറഞ്ഞത്. അല്ല, തെളിവില്ലാതെ ഇങ്ങനെ ഒരു എഗ്രിമെന്റിലേക്കും ചെക്കിലേക്കൊക്കെ കാര്യങ്ങൾ അതിങ്ങനെ ഇതിന് മുമ്പാണ്. ഈ വിജയേട്ടനെ ഇടപെടുന്നതിന് മുമ്പ് ഇയാളുടെ ഒരു ദുർബലദോഷത്തിൽ എങ്ങനെയോ ഞങ്ങളുടെ സ്വാധീനത്തിൽ വഴങ്ങി ഇയാൾ തന്നു. ഈ CT ചന്ദ്രൻ മറ്റൊരു തന്നില്ല. ഇതൊരു സ്വാധീനത്തിൽ ഞങ്ങൾ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങോട്ട് തെളിവിന് ഇത്രയെങ്കിലും തന്നു. ഈ 5 ലക്ഷം കൊടുക്കണമെങ്കിൽ എനിക്ക് തെളിവ് വേണമല്ലോ. ഓരോ പ്രാവശ്യം കൊടുക്കുമ്പോഴും ഇദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട്, NM വിജയമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഓരോ പ്രാവശ്യം പൈസ കൊടുക്കുമ്പോഴും NM വിജയനുമായിട്ട് ഇദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പറയുന്നത്, നിങ്ങളുടെ പൈസ എവിടെയും പോലെ നമുക്ക് ജോലി കയറിയാൽ മാത്രം മതി, ഈ അവസാനത്തെ പൈസയാണ് വാങ്ങുന്നത്, നമ്മൾ 25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്ന അർബൻ ബാങ്കിൻ്റെ പണിയാണ് നിങ്ങൾക്ക് നേരത്തെ കൊടുക്കുന്നത് കൊണ്ട് 17 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ പൈസ നിങ്ങൾ ധൈര്യമായിട്ട് തന്നോ, നിങ്ങൾക്ക് പണി കിട്ടുമെന്നാണ് അവസാന ഘട്ടം പറയുന്നത്. അത് 2000 എക്സാം, അതിനുശേഷമാണ് 2020 എക്സാം എഴുതിക്കുന്നത്. പിന്നീട് അടുത്ത ഭരണസമിതി DP രാജശേഖരൻ വരുമ്പോൾ പറയാം, നിങ്ങൾക്ക് പണി തരാൻ കഴിയില്ല. അതിൻ്റെ തൊട്ട് മുമ്പ് ഈ നിങ്ങൾക്ക് ഇനിയും 5 ലക്ഷം കൂടി തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഞങ്ങൾക്ക് പണി കിട്ടുമെന്ന് ഇദ്ദേഹം ചോദിക്കുമ്പോഴാണ് പറയുന്നത്, അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും, അതാണ് വിശ്വാസം. അതിന് തൊട്ട് മുമ്പ് തന്നെ CT ചന്ദ്രനും മുൻ മെമ്പറായ UK പ്രേമനുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം ഈ എഗ്രിമെൻറ്റ് വാങ്ങി വെച്ചിരുന്നു. അതിനുശേഷമാണ് 5 ലക്ഷം രൂപ ഈ പറയുന്ന NM വിജയൻ്റെ വാക്കോട് കൂടി ഒരുമിച്ച് അദ്ദേഹത്തിന് കൈമാറും. പണം നൽകി മകൻ്റെ ഭാവിയും രണ്ടും ഇല്ലാണ്ട് ഇപ്പോൾ പൈസയും കിട്ടുന്നില്ല, അവർ ജോലിയും കിട്ടിയില്ല, രണ്ടും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അപ്പം ഞങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള നിങ്ങളെല്ലാവരും കൂടി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരിക. ഞങ്ങൾക്ക് അത് വലിയ അഭ്യർത്ഥനയാണ്. കാരണം അല്ലാണ്ട് ആധികാരികമല്ല, അഭ്യർത്ഥനയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. സ്ഥലം വിറ്റിട്ടുണ്ട്, ഈ ലോൺ എടുത്തിട്ടുണ്ട്, രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഈ പൈസ തേക്കേണ്ടത്. ഇത്രയും പൈസ എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ലോൺ കൊടുക്കാൻ. ഇവരോട് സഹായത്തോടെ ലോൺ പുതുക്കിയെടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഈ 5 ലക്ഷം കൊടുക്കുന്നത് വേറെ ഒന്നും ഓർത്തില്ലാണ്ടാണ്. 4 ലക്ഷം രൂപ ലോൺ ഇരുന്ന് കുറേ പൈസ അടയ്ക്കുകയും ചെയ്തിട്ട് അത് 8 ലക്ഷം ആക്കി പൈസ കഴിച്ചിട്ട് 8 ലക്ഷം തന്നു. അപ്പോൾ ഇത് വേറെ ആളുകളുണ്ടോ ഇങ്ങനെയൊക്കെ? അവരാരും ഇങ്ങനെ തയ്യാറാവണില്ല. എൻ്റെ അറിവിൽ കുറച്ച് പേരൊക്കെ ഉണ്ട്.
പക്ഷെ അവർ തയ്യാറാവില്ല. 36 പേരുടെ ലിസ്റ്റാണ് ഇദ്ദേഹത്തിന് അന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. 36 പേരുടെ ലിസ്റ്റാണ് ഇദ്ദേഹത്തിന് അന്ന് കാണിച്ചു കൊടുത്തത്. CT ചന്ദ്രൻ്റെ കയ്യിൽ 36 പേരുടെ ലിസ്റ്റ് ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്ര പേരുടെ അടുത്ത് ഞങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ട്, ഇവർക്കൊക്കെ ഞങ്ങൾ ജോലി കൊടുക്കും, അതിൻ്റെ കൂടെ നിങ്ങളുടെ മകനും ഞങ്ങൾ ജോലി തരുമെന്ന് പറഞ്ഞാണ് CT ചന്ദ്രൻ അന്ന് ലിസ്റ്റ് കാണിച്ചു കൊടുക്കുക. അന്ന് ലിസ്റ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ലിസ്റ്റിൻ്റെ ആവശ്യമില്ല, എൻ്റെ മകന് പണി കിട്ടിയാൽ മതി, ഈ പൈസ വാങ്ങിയിട്ട് ഞാൻ ചെറുപ്പം മുതൽ കോൺഗ്രസിന് വേണ്ടി നയിക്കുന്ന ഒരാളാണ്, ചെറുപ്പം മുതൽ കോൺഗ്രസിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഇപ്പോഴും കോൺഗ്രസിൻ്റെ കൂടെ വർക്ക് ചെയ്യുക, ഇപ്പോഴും മനസ്സ് കോൺഗ്രസ് തന്നെയാണ്, ഒരിക്കലും ഞാൻ വേറൊരു പാർട്ടിയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ എന്തായാലും എൻ്റെ മകന് പണി കിട്ടണം എന്നുള്ളൊരു രീതിയിൽ മാത്രമാണ് ഇദ്ദേഹം അന്ന് പൈസ കൊടുത്തത്. 36 പേരുടെ ലിസ്റ്റ് അന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കാണിച്ചു കൊടുത്തു. വിനീത, വലിയ തോതിൽ, അതായത് പ്രസ്ഥാനത്തെ വിശ്വസിച്ച് കബളിക്കപ്പെട്ട ഒരു ആളാണ്. ഇത്തരത്തിൽ നിരവധി ആളുകളുണ്ട്, പലരെയും നമ്മൾ സമീപിച്ചിരുന്നു, അവരൊന്നും ഞെട്ടിക്കുന്ന വിവരം തന്നെയാണത്. അതായത് ഈ ഐസക് മാത്രമല്ല 36 പേരുടെ ലിസ്റ്റ് കാണിച്ചു നൽകിയെന്ന് പറയുന്നത്. അപ്പൊ അവരിൽ നിന്നായി എത്ര ലക്ഷം രൂപ തട്ടിയെടുത്ത് കാണണം ഇതുപോലെ? വിനീത, 8 ലക്ഷം മുതൽ 25 ലക്ഷവും 45 ലക്ഷം രൂപ വരെ പലരിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ നമ്മൾ സമീപിച്ചിരുന്നു. അവർക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് കാര്യങ്ങൾ പറയാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഐസക് ഏട്ടൻ പറഞ്ഞതുപോലെ ഈ പണം നൽകി നിയമനം ലഭിച്ചില്ല, മകൻ്റെ ഭാവി നഷ്ടമായി, ഇത്തരത്തിലൊരു അവസ്ഥയാണ്. ഇതുമായി ബന്ധപ്പെട്ട DCC അധ്യക്ഷനെയും, അതായത് DCCയുടെ വയനാട് ജില്ലാ പ്രസിഡന്റായ ND അപ്പച്ചനെ വരെ അദ്ദേഹം കാണാൻ ശ്രമിച്ചു, അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. കൽപ്പറ്റ MLA T സിദ്ദീഖിന് അപേക്ഷ സമർപ്പിച്ചു, അദ്ദേഹം അതിലൊരു മറുപടി നൽകിയില്ല. IC ബാലകൃഷ്ണനെ കണ്ടിരുന്നോ? ഇല്ല, കാണാൻ പറ്റും. PA സമ്മതിച്ചില്ല, അവർ സമ്മതിക്കില്ല പറഞ്ഞു. അവർക്ക് നിങ്ങൾ പൈസ കൊടുക്കാൻ പറഞ്ഞ് അവർ പറഞ്ഞല്ല കൊടുത്തത്. അവർക്ക് ഒഴിഞ്ഞൊഴിഞ്ഞു മാറുകയാണ്. ഞാൻ പോയതാണ് ഒരു പ്രാവശ്യം, അവരുടെ PA കണ്ടു, അവരൊക്കെ ഒഴിഞ്ഞു മാറുക ചെയ്തു. അവർ ഞങ്ങൾ പൈസ മേടിച്ചിട്ടില്ല, IC മേടിക്കാൻ പറഞ്ഞിട്ടില്ല, കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ അമ്മമാരെ റൗണ്ടായിട്ട് തന്നെ പുറകെ കൂടിയുള്ള കളിയൊന്നും നേരിട്ട് അവരും വരില്ല, ബന്ധപ്പെടില്ല, അവർ മരിച്ചു ഒരിക്കലും പറയുകയില്ല. ഇവർ പറഞ്ഞ് ഈ NM വിജയനും ഈ CT ചന്ദ്രനും പിന്നെ ഈ പ്രേമനും തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു DCCയുടെ തീരുമാനം, DCCയുടെ കാരണം DCC പറഞ്ഞിട്ട് പഠിക്കുന്നു, DCC കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, DCCയുടെ മാത്രം പറഞ്ഞു. അവരൊക്കെ എപ്പോഴും പറഞ്ഞതുകൊണ്ട് ആ വിശ്വാസം നമുക്കുണ്ടായിരുന്നു. 17 ലക്ഷം രൂപയിൽ 8,60,000 രൂപ തിരികെ തരുന്നത് DCCയുടെ അറിവോട് കൂടിയാണ്. എങ്ങനെയാണ്? ഒന്നും അറിയുന്നില്ല. ഈ മധ്യസ്ഥമാരൻ്റെ ഗോപിനാഥൻ മാഷ ഇടപെട്ടിട്ട് അയാളുടെ ഗാറഫിൽ എങ്ങനെ വന്നു എനിക്കറിയില്ല. അയാളുടെ CT ചന്ദ്രൻ്റെ കയ്യിലുള്ള ഒരു ടീച്ചറിൻ്റെ ഗാറഫിൽ ഒരു 860 കൊടുക്കുന്നുണ്ട്, അത് നിനക്ക് തരാനുള്ളതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മേടിക്കാം. അപ്പോൾ ഞാൻ ബാക്കി പറഞ്ഞു അതെനിക്കറിയില്ല. മാഷ് പറഞ്ഞു നീ മേടിക്കുന്നവരോട് ഇത്രയും എൻ്റെ അടുത്ത് വന്നുകൊണ്ട് നിനക്ക് ഒരു സഹായം എന്നില്ല, ഞാൻ ഇടപെട്ട് മധ്യസ്ഥത്തോട്ട് എനിക്ക് ഇത്രയും കിട്ടി, അത് മാഷ് ഇടപെട്ടുണ്ട്. വിനീത, ഇനിയും 8,60,000 രൂപ മാത്രമാണ് 17 ലക്ഷം രൂപയിൽ തിരികെ നൽകിയത്. ബാക്കി തുകയ്ക്ക് ഇനി ആരോട് ചോദിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. നിലവിൽ ഈ കൊടുത്ത രേഖകളെല്ലാം അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. ഇത്തരത്തിൽ മകൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരാളാണ്, ബന്ധപ്പെട്ട് കബളിക്കപ്പെട്ട ഒരാളാണ് ഐസക് ഏട്ടൻ. ഇതുപോലെ നിരവധി ആളുകളുണ്ട്. ഇതാണ് ഇപ്പോഴുള്ള ഇവിടുത്തെ അവസ്ഥ. വിനീത, ദീപക്, അപ്പോൾ NM വിജയന്റെ ആത്മഹത്യ അന്വേഷിക്കുമ്പോൾ ഇത്തരത്തിൽ പണമിടപാടുകൾ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം. ആർക്കൊക്കെ പണം നൽകി? ഇതിൽ DCC നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പണം തിരികെ നൽകുന്നതും. അപ്പോൾ പണം വാങ്ങിയത് അതിൽ പൂർണ്ണ ഉത്തരവാദിത്വം DCCക്ക് തന്നെയാണ്. DCC നേതൃത്വം ഈ പണം തിരികെ നൽകിയെന്നതും. അപ്പോൾ IC ബാലകൃഷ്ണന്റെ ഉൾപ്പെടെ വാദങ്ങൾ പൊളിയുകയാണ്. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല എന്നതാണല്ലോ അവർ ഉയർത്തിയ വാദങ്ങൾ. ഇപ്പോൾ ഐസക് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ നിരന്തരം ആവശ്യപ്പെട്ടതിന് പിന്നാലെ പകുതി പണം തിരികെ നൽകിയത് DCC നേതൃത്വം അറിഞ്ഞുകൊണ്ടല്ലേ? തീർച്ചയായും വിനീത, ഈ പണം വാങ്ങിയ സമയം മുതൽ ഘട്ടം ഘട്ടമായി ഗഡുക്കളായി ഇദ്ദേഹം പണം നൽകിയത് DCCയുടെ അറിവോട് കൂടെ തന്നെയാണ്. മാത്രമല്ല മകൻ്റെ ഇത്തരത്തിൽ ബാങ്കിലുള്ള ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതീക്ഷയോടുകൂടി നേരത്തെ അദ്ദേഹം പറഞ്ഞു സ്ഥലം വിറ്റും സ്വർണം പണയം വെച്ചും ലോൺ എടുത്തുമൊക്കെയാണ് ഇത്തരത്തിൽ പണം വാങ്ങി ഇവർക്ക് നൽകിയത്. DCCയുടെ അറിവോടെയല്ല ഈ പണം ലഭിച്ചതെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും വിശ്വാസയോഗ്യമല്ല. ഇപ്പോൾ നമ്മളോടൊപ്പം സുരേഷ് താളൂർ ചേരുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറയും. ഈ IC ബാലകൃഷ്ണൻ അതുപോലെ തന്നെ DCC തുടങ്ങിയവരുടെ അറിവോട് കൂടിയാണ് ഈ പണം വാങ്ങിയതെന്ന് തന്നെയാണ് ഐസക് ഏട്ടൻ പറയുന്നത്. അല്ല, ശ്രീമാൻ ഐസക് ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഈ ചുള്ളിയോട് പ്രദേശത്തെ കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും സജീവ പ്രവർത്തകനായിരുന്നു. അപ്പം അദ്ദേഹത്തെ പോലും വഞ്ചിക്കാൻ കഴിയുന്ന ഒരു അപാര തൊലിക്കെട്ടിയാണ് IC ബാലകൃഷ്ണനും ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വമുള്ളത്. ഇത് സംബന്ധിച്ച് നേരത്തെ ഒരു കഴിഞ്ഞ 10 വർഷമായി ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. ശ്രീമാൻ IC ബാലകൃഷ്ണൻ DCC പ്രസിഡന്റ് അവരുടെ അഴിമതിയുടെ വലിയൊരു വല വിരിച്ചിരിക്കുകയാണ്. വയനാട് ജില്ലയിലെ നിരവധി സഹകരണ സ്ഥാപനങ്ങളെ പുറത്തിറക്കി ആ സഹകരണ സ്ഥാപനങ്ങളിൽ നിയമനം കൊടുക്കാമെന്ന് പറഞ്ഞ് തുക വാങ്ങാൻ DCC തന്നെ തീരുമാനിച്ചു എന്നാണ് ഐസക് ഏട്ടൻ പറയുന്നത്. DCCയുടെ ട്രഷറാണ് ശ്രീമാൻ NM വിജയൻ. ആ DCCയുടെ ട്രഷർ NM വിജയനാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ താഴത്തെ നെറ്റ്വർക്ക് നെന്മേനി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീമാൻ CT ചന്ദ്രനാണ്. UK പ്രേമൻ എന്ന് പറയുന്ന ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാണ്, പഞ്ചായത്ത് മെമ്പറാണ്. അപ്പം DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ, DCC ട്രഷറർ NM വിജയൻ,
അതിൻ്റെ താഴെ മണ്ഡലം പ്രസിഡന്റ്, അതിൻ്റെ താഴെ ബ്ലോക്ക് കമ്മിറ്റി മെമ്പർ. ഈ നിലക്ക് കോൺഗ്രസ്സിൽ നെറ്റ്വർക്ക് ഉണ്ടാക്കി IC ബാലകൃഷ്ണന് വേണ്ടി പണം സമാഹരിക്കുന്ന ഏജന്റ് പോലെയായിരുന്നു ശ്രീമാൻ NM വിജയൻ. അതായത് ഈ NM വിജയൻ അന്ന് വിഷം കഴിച്ച നിലയിൽ കണ്ട സമയത്ത് ആദ്യം വീട്ടിലെത്തിയ 2 നേതാക്കന്മാരെന്ന് പറയുന്നത് 2 പേര് ഇവരാണ്. ഈ പ്രേമനും ശ്രീ CT ചന്ദ്രനുമാണ്. അത് അദ്ദേഹത്തിൻ്റെ മകൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഈ അച്ഛനോടുമായുള്ള ആത്മബന്ധം വെച്ചുകൊണ്ടാണ് ഈ ഐസക്കേട്ടൻ വിജയേട്ടൻ വിഷം കഴിച്ച് അബോധാവസ്ഥ ഞെരങ്ങുന്ന സമയത്താണ് ഈ മൂത്ത മകൻ അമ്പലത്തിൽ നിന്ന് മടങ്ങി വരുന്നത്. അപ്പോൾ കാണുന്ന അച്ഛനും അനിയനും വിഷം കഴിച്ച് ഈ അവസ്ഥയിൽ കിടക്കുന്നതാണ്. ഉടനെ തന്നെ വിളിച്ചത് പ്രേമനെയും CT ചന്ദ്രനെയാണ്. അത് ഫോൺ കോൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അവരാണ് അവിടെ എത്തുന്നത്. അതുകൊണ്ടാണ് ഈ IC ബാലകൃഷ്ണന് വേണ്ടിയുള്ള ആത്മഹത്യാക്കുറിപ്പ് ഇവരെ കയ്യിലുണ്ടാവും, മുക്കിയിട്ടുണ്ട് എന്ന വാർത്ത വന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി പരസ്പര ബന്ധിതമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 2011 MLA ആയതിനു ശേഷം കഴിഞ്ഞ 11 വർഷക്കാലം IC ബാലകൃഷ്ണൻ്റെ സ്വത്തിലുണ്ടായിട്ടുള്ള വൻതോതിലുള്ള വർധന പരിശോധിക്കേണ്ടതാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ അദ്ദേഹം കൊടുത്തുള്ള സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ അതിനുശേഷം 16-ലും 21-ലും കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇത് പരിശോധിച്ചാൽ തന്നെ, നിങ്ങൾ മാധ്യമ പോകത്തെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വലിയ രൂപത്തിലേക്ക് സ്വത്ത് സമ്പാദത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴുള്ള പ്രശ്നം, നേരത്തെ KPCC പ്രസിഡന്റ് നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ, DCC നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ, ആ അന്വേഷണ കമ്മീഷനിലെല്ലാം IC ബാലകൃഷ്ണൻ വെള്ളപൂശുന്ന റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പിന്നിൽ തന്നെ ചില പിന്നാമ്പുറ നാടകങ്ങളുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവമേറിയ, ഇപ്പോൾ ഐസക്കേട്ടൻ ഒരാളാണ്, പക്ഷെ ഞങ്ങളോടൊക്കെ പറഞ്ഞ എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് പറയാത്തത് ഇപ്പം ഐസക്കേട്ടൻ പറഞ്ഞല്ലോ. അതായത് നിങ്ങൾ പുറത്തു പറഞ്ഞാൽ നിങ്ങളുടെ പൈസ പോവും എന്നാ പറഞ്ഞത്. അങ്ങനെ ഭയപ്പെടുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും കാലത്ത് ജോലി കിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഈ പണം മടക്കിത്തരും എന്ന വിശ്വാസത്തിലാണ് ഈ പാവപ്പെട്ട ആളുകൾ പറയാതിരിക്കുന്നത്. അതിലൊരാളാണ് ഇപ്പോൾ ഉടമ്പടി രേഖ പുറത്തു വന്നത്. ഇപ്പോൾ ഐസക്കേട്ടൻ പറഞ്ഞു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതൊരു ആത്മവിശ്വാസം നൽകും. ഇങ്ങനെ ആളുകൾ പുറത്തു പറയാൻ തന്നെയാവുന്നത്. ഈ പണം വാങ്ങിയ 36 ഏതാണ്ട് 20-25 കോടിയോളം രൂപയുണ്ട്. അവരെല്ലാം പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കണം. ഇങ്ങനെ പകൽ പോലെയുള്ള ഈ തീവെട്ടിക്കൊള്ള, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഐസക്കേട്ടൻ്റെ മകൻ എന്ന് പറയുന്ന അഖിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, നേരത്തെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആ കേസിൽ ചെറുപ്പക്കാരൻ എൽദോ, ഇതേപോലുള്ള നിരവധി ചെറുപ്പക്കാരെ വഴിയാധാരമാക്കുകയാണ്. അതായത് കോഴ നടത്തുകയും അതിന് എഗ്രിമെൻറ്റ് കൊടുക്കുകയും ചെക്ക് കൊടുക്കുകയും അല്ലേ. നോക്കൂ, നിങ്ങൾ ഇപ്പോൾ ഐസക്കേട്ടൻ്റെ രേഖ നിങ്ങൾ ആചരിക്കും, എഗ്രിമെൻ്റ് ഉണ്ടോ? ആ എഗ്രിമെൻറ്റ് പറയുന്നത് പലിശരഹിത വായ്പ കൊടുക്കാൻ ഐസക്കേട്ടനാരാ? പലിശരഹിത വായ്പ വാങ്ങിയിരിക്കുകയാണ് പ്രേമൻ, CT ചന്ദ്രൻ. അപ്പോൾ വലിയ തട്ടിപ്പാണ് ഇത്. DCC പ്രസിഡന്റ് അറിയാതെ, KPCC പ്രസിഡന്റ് അറിയാതെ ഇത് നടക്കുമെന്ന് വിശ്വസിക്കാം. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ സഹകരണ മേഖലയിൽ നടക്കുന്ന തീവെട്ടിക്കൊള്ളയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ആകെ പങ്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അറിയില്ല എന്ന് ശ്രീമാൻ ND അപ്പച്ചനോ ശ്രീമാൻ IC ബാലകൃഷ്ണനോ കണ്ണടച്ചാൽ അവർക്ക് മാത്രമേ ഇരുട്ടാവുള്ളൂ. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് IC ബാലകൃഷ്ണൻ പങ്കുണ്ട് എന്നുകൊണ്ടാണ് ഈ താമരച്ചാൽ ഐസക് പണം കൊടുത്തത്. അതുകൊണ്ടാണ് മറ്റേ മാഷ് പണം കൊടുത്തത്. എല്ലാവരും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് പണം കൊടുത്തത്. അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഇവരെ മുഴുവൻ പണം കൊടുക്കണം, ഇവർക്ക് ജോലി കൊടുക്കണം. ഈ അഴിമതി കേസിൽ കണ്ണികളായ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതുവരെയുള്ള പ്രക്ഷോഭം CPM തുടരും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇനി ഈ പണം തിരികെ എത്രയും വേഗം ഇവർക്ക് നൽകണം. അതുമായി ബന്ധപ്പെട്ട് ഈ DCC, അതായത് വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ അതും ഉടൻ തന്നെ പുറത്തു കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് മാത്രമല്ല ദീപക്, ഇപ്പോൾ IC ബാലകൃഷ്ണനെതിരെ നേരത്തെ തന്നെ ആരോപണം ഉയരുന്നുണ്ട്. മറ്റ് നേതാക്കൾക്കെതിരെ, പ്രാദേശിക നേതാക്കൾക്കെതിരെ ഇപ്പോൾ പേരെടുത്ത് പറഞ്ഞു തന്നെയാണ് ഇത്തരത്തിൽ പണം വാങ്ങി എന്ന രീതിയിലുള്ള ആരോപണങ്ങളായാലും പരാതികളായാലും വരുന്നത്. ഇവരിലേക്കൊക്കെ തന്നെ അന്വേഷണം നീളേണ്ടതല്ലേ? ആത്മഹത്യ എങ്ങനെ സംഭവിച്ചു ആത്മഹത്യ എന്നതിനപ്പുറം വലിയൊരു അഴിമതി, വലിയൊരു തട്ടിപ്പ് ഇതിന് പിന്നാലെ നടന്നിട്ടുണ്ട് എന്നത് തന്നെയല്ലേ ഇത്തരം വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാകുന്നത്? വിനീത, അതായത് ഈ NM വിജയൻ വിഷം കഴിച്ച് വീട്ടിലുള്ള സമയത്ത് അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ച 2 കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ നേരത്തെ സുരേഷ് താളൂർ പറഞ്ഞു. ആ ആളുകളുടെ പേരുകൾ തന്നെയാണ് ഈ എഗ്രിമെൻറ്റിലുമുള്ളത്. മാത്രമല്ല ഈ പണം വാങ്ങിയത് ജില്ലാ നേതൃത്വം അറിയാതെ ഒരിക്കലും പോകില്ല എന്നുള്ള രീതിയിലെ കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. പ്രാദേശിക നേതാക്കൾ എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞു കൽപ്പറ്റ MLA T സിദ്ദിഖിന് ഇദ്ദേഹം അപേക്ഷ നൽകിയിരുന്നു, അത് പരിഗണിച്ചില്ല. ഇത്തരത്തിൽ IC ബാലകൃഷ്ണൻ MLA കാണാൻ ശ്രമിച്ചു, കാണാൻ കഴിഞ്ഞില്ല. ND അപ്പച്ചൻ വയനാട് ജില്ലയിലെ DCCയുടെ പ്രസിഡന്റാണ്, അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചു, അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും ഈ വാങ്ങിയ പണം ഉടൻ തന്നെ തിരികെ ലഭിക്കാനുള്ള ഇടപെടലുകൾ നടത്തണം. അതോടൊപ്പം ഇത്തരത്തിൽ നിരവധി ആളുകളുണ്ടെങ്കിൽ അത് ആരൊക്കെയാണെന്ന് കണ്ടെത്തി അവർക്കുള്ള പണം തിരികെ നൽകണം. ഇതിനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് DCCക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിനീത, പക്ഷേ ദീപക്, ഇപ്പോൾ അന്വേഷണം, പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അന്വേഷണം എവിടെ
നേരം വരെയായി. ഇന്നിപ്പോൾ വിജയന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഫോൺ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ആരോപണ വിധേയരിലേക്ക് എത്രയും പെട്ടെന്ന് അന്വേഷണം പോയില്ലെങ്കിൽ തെളിവ് നശിപ്പിക്കുന്നതിന് ഉൾപ്പെടെ അത് കാരണമാകില്ലേ? വിനീത, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട സുൽത്താൻ ബത്തേരി ഡിവൈഎസ്പി ആണ്, ഒപ്പം സുൽത്താൻ ബത്തേരി SI CI അടങ്ങുന്ന 7 അംഗ പോലീസ് സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അവരിന്ന് NM വിജയന്റെ വീട്ടിലെത്തി ഫോൺ പരിശോധിച്ചിട്ടുണ്ട്. ഫോൺ ഫോറൻസിക് സംഘം പരിശോധിച്ച് ആർക്കൊക്കെയാണ് കോളുകൾ, ഇൻകമിംഗ് ഔട്ട് ഗോയിങ് കോളുകൾ പോയിട്ട്, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഉള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. പണമിടപാടുമായി ബന്ധപ്പെട്ട്, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ ബാധ്യതയുണ്ടെങ്കിൽ ആരൊക്കെയാണ് പണം നൽകിയത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. വിനീത, ഏതായാലും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അതായത് ഈ NM വിജയന്റെയും മകന്റെയും അസ്വാഭാവിക മരണത്തിന് മുൻപ് എന്താണ് സംഭവിച്ചത്, അയാളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ എന്താണ് ഇതിന് പുറകിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്നതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് വരും ദിവസങ്ങളിൽ എന്തായാലും പുറത്തു കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ്. അതിനു മുൻപ് ആണ് ഈ ഇത്തരത്തിൽ 36 ആളുകളിലധികം പണം നൽകി വഞ്ചിതരായി കബളിപ്പിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ നേരത്തെ ഐസക് ഏട്ടൻ നമ്മളോട് പ്രതികരിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയും ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർ വരും നാളുകളിൽ പുറത്തു വരും. അല്ലെങ്കിൽ അവരെയൊക്കെ തന്നെ ഈ തരത്തിൽ DCC പല തരത്തിലും ഇടപെട്ട് ബാർഗെയിൻ ചെയ്യാനുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളൊരു ആരോപണവും ഉയരുന്നുണ്ട്. ഏതായാലും പണം നൽകി വഞ്ചിക്കപ്പെട്ട ആളുകൾക്ക് പണം ഉടൻ തന്നെ തിരികെ നൽകണം. ഒപ്പം ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് DCCക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുകയുമില്ല. വിനീത.